വംശനാശ ഭീഷണി നേരിടുന്ന ലോകത്തിലെ 100 സ്ഥലങ്ങളിൽപ്പെട്ട ഒന്ന് ഇത് ദങ്കർകോമ്പ. ടാബോ നിന്ന് നേരെ ദങ്കറിലേക്കാണ്. കാസയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് റൈറ്റ് കയറി നേരെ 11 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ ദങ്കർ എത്തും. റോഡ് കംപ്ലീറ്റ് സിഗ്സാഗ് ആണ്. ഒരാഴ്ചന്റെ മുകളിലായിരിക്കും ഇന്നോറുള്ളതുകൊണ്ട് തന്നെ സ്പിറ്റിയിലെ തണുപ്പ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ആ ദൂരെ കാണുന്ന ചെതൽപ്പറ്റിനുള്ളിൽ കുണിക്കെടുക്കുന്ന മരുന്ന ബിൽഡിംഗ് ആണ് ദങ്കർകോമ്പ. ആളുകൾ ഇവിടെ ഭയങ്കര കുറവാണ്. ആകെ 68 വീട്ടിലായിട്ട് 300 താത്ത ആൾക്കാർ ഇവിടെ ഉള്ളൂ. രാവിലെ 8 മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും പണിക്ക് പോകും. അതുകൊണ്ട് തന്നെ പ്രായമായവർ മാത്രമേ ഉള്ളൂ ഈ ടൈമിലൊക്കെ വില്ലേജിൽ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഇന്നലെ ടൂറിസ്റ്റേഴ്സായിട്ട് വന്ന ക്യാബാണ് രാത്രിത്തെ മണ്ണിടിച്ചിൽ അടിയിലായത്. ഞാനിപ്പോൾ കയറുന്നതാണ് ദങ്കർ മൊണസ്ട്രി. 1000 കൊല്ലത്തിന് മുകളിൽ പഴക്കേണ്ടതിന്. താഴെ സ്പിറ്റി റിവറിന് ഏകദേശം 300 മീറ്റർ മുകളിലാണ് ഇത് വരുന്നത്. 2006 ഈ ചെറിയ ഗ്രാമം ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന 100 സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് രേഖപ്പെടുത്തിയത്. 980 കാലഘട്ടങ്ങളിൽ ഏകദേശം 90 മുകളിൽ സന്യാസിമാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആകെ കുറച്ച് സന്യാസിമാരും പിന്നെ ഈ മൊണസ്ട്രി നോക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ വരെയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലേക്ക് ആയിരിക്കും പെർമിഷൻ ഇല്ല. ആ കാണുന്നതാണ് ദലൈലാമന്റെ റെസിഡൻസ്. ഇതിനുള്ളിലേക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ റെസ്ട്രിക്ട് ആയതുകൊണ്ട് തന്നെ ഉള്ളോട്ട് കാണിക്കാൻ പറ്റില്ല. ഒരു ഫോട്ടോ മാതിരി ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരാൾക്ക് നേരെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. പണ്ട് കാലത്ത് സ്പിറ്റിയിൽ ആദ്യ ഭരണാധികാരികളായ നോനോക്കൾ താമസിച്ചിരുന്ന സ്ഥലം കൂടിയാണത്. ഈ ഓൾഡ് മൊണസ്ട്രിന്റെ നേരെ താഴത്താണ് പുതിയ മൊണസ്ട്രി വരുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചായ അടിക്കാൻ കയറി. അവിടെ നല്ലൊരു കുട്ടിയെ കണ്ടപ്പോൾ ജാഡു ക്യാമറയായിട്ട് ഇറങ്ങി. എന്ത് പറയാനാ. അത് കഴിഞ്ഞ് അവിടെ നേരെ താഴത്തുള്ള ന്യൂ മൊണസ്ട്രിയിലേക്ക് പോയി. ഏകദേശം 150ന്റെ മുകളിൽ ബുദ്ധമത സന്യാസി കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ദങ്കർ നേരെ ഷോർട്ട് വഴി കാസാലേക്കുള്ള റൂട്ട് കയറി. ഇനി കാസാലേക്ക്. അപ്പൊ ശരി.